വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കിയാട്ടിലൂരി സംവിധാനം ചെയ്ത് സൂര്യനായകനായ സിനിമയാണ്. മമിത ബൈജു ആണ് നായിക. സിനിമ കണ്ടു. എന്റെ അമ്മോ കരഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്റെ മോനെ കരഞ്ഞ ഒരു വഴിയായി. ആക്ച്വലി ഈ ആക്ഷൻ സിനിമകളും വയലൻസ് സിനിമകളും ആണല്ലോ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പീക്ക് എന്നൊക്കെ പറയാം. അങ്ങനെയാണ്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അതിന്റെ നിയമവശങ്ങളൊന്നും അറിഞ്ഞൂടാ. എന്നാലും പറയാണ് ഞങ്ങൾക്ക് ഇത് പീക്കായിരുന്നു സത്യമായിട്ടും. ഓരോ ടൈമിലും പീക്ക് പെർഫോമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാത്തിലും നമുക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ട്. അതായത് പീക്ക് ലെവൽ എക്സ്പീരിയൻസ്. അതിനനുസരിച്ചുള്ള അത് കോമഡിയും വർക്ക് ആയിട്ടുണ്ട്, ഇമോഷൻസ് വർക്ക് ആവുന്നു അല്ലേ, എല്ലാം കൊണ്ടും പക്ക പീക്ക്. ഇനി ഇത് ഞങ്ങൾക്ക് വേറെ ലെവൽ പീക്ക് ആവുന്നത് സഞ്ജു നമ്മുടെ സൂര്യ പേഴ്സണാലിറ്റി അതൊരു സൈഡ്. അതെ, മറ്റൊരു സൈഡ് സൂര്യ എന്താണെന്നും സൂര്യന്റെ ആക്ടിങ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ സിനിമയിൽ ഞങ്ങൾ പറഞ്ഞ ആൾക്കാരാ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, സൂര്യ എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള ആ സൂര്യ വീണ്ടും ഇതാ വന്നിരിക്കുന്നു. പെർഫോമൻസ് വൈസ് എന്റെ അമ്മേ ഒരു രക്ഷയില്ല. സൂര്യന്റെ പെർഫോമൻസ് മോനെ, അതായത് നമ്മുടെ നെഞ്ചിങ്ങനെ പെട്ടയും. ചില സമയത്തെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് തുടക്കം മുതൽ നമുക്ക് മനസ്സിലാവും എന്താണ്. അതായത് ഒരു ക്യാരക്ടർ, ഈ ക്യാരക്ടർ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി ഈ ലെവലിൽ കിട്ടണമെങ്കിൽ വളരെ കുറഞ്ഞ നടന്മാരുള്ളൂ. അത് നമ്മള് ഗജനിയിൽ അത് കണ്ടതാണ്. ഗജനിക്ക് കുറച്ച് മുകളിലാണിത്, കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ.